ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയിലത്തെ വിശേഷമാണ് കേട്ടോ. അപ്പോൾ സാധാരണ ഒരു ദിവസം തന്നെ, പക്ഷേ ഭയങ്കര തിരക്കുള്ളൊരു ദിവസമായിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ കുറേ ഓർണമെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അത് എന്താ പറയുക, സോർട്ട് ഔട്ട് ചെയ്ത് വളയും മാലയും കമ്മലും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ആക്കി വെക്കുക, അതിൻ്റെ എന്താ പറയുക ടാഗ് ഇടുക, അങ്ങനെയുള്ള കുറേ പണികൾ നടന്ന ഒരു ദിവസം കേട്ടോ ഇന്ന്. അത്രയും എന്താ പറയുക, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ കുറേ ഓർണമെൻറ്റ്സ് കൊണ്ടുവരുമ്പോൾ അതിന് വേണ്ടി ഒറ്റ ഇരിപ്പിരുന്നാലേ കാര്യമുള്ളൂ. ഇടയിൽ വെച്ച് എണീറ്റ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫ്ലോ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ രാവിലെ എണീറ്റു പതിവുംപടി വളരെ ശാന്തമായി. ഇന്ന് തോമുവിന് ചെറുതായിട്ടൊന്ന് പനിച്ചു കേട്ടോ. പാച്ചു പിന്നെ ദേടെ അപ്പാപ്പൻ്റെ മടിയിൽ എണീറ്റ ആ ഒരു ഇതിലിരിക്കുന്നതാണ്. അവനും ഇന്നലെ വൈകുന്നേരം ചുമച്ചു എന്ന് പറഞ്ഞു. പിന്നെ വേറെ കുഴപ്പമൊന്നും അവന് പ്രത്യേകിച്ച് ഉണ്ടായില്ല. പക്ഷേ തോമോനിപ്പോൾ രാത്രിയായിട്ടും ചെറുതായിട്ട് പനിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ചാക്കോച്ചൻ നോക്കിയിരിക്കുക. എൻ്റെ ഒച്ച അപ്പുറത്തുനിന്ന് കേട്ടപ്പോൾ അമ്മാമ്മ എന്തേ വരാത്തേന്നുള്ളത്. അവനെന്നെ കാണുമ്പോൾ കണ്ടില്ലേ ഒരു പ്രത്യേക കൊഞ്ചരാട്ടോ. ഇപ്പോൾ കണ്ടതിൻ്റെ മുകളിലൊക്കെ പൊത്തിപ്പിടിച്ച് കയറും. ഇപ്പോൾ ഇതുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞിട്ട് പിന്നെ എണീറ്റ് ഒരൊറ്റ നിൽപ്പാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അവൻ്റെ പിന്നിലൊരു കണ്ണ്, ഒരാളുടെ നോട്ടം എപ്പോഴും വേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ കേട്ടോ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നു തുടങ്ങിയാൽ പിന്നെ അതായി നല്ല മേളമാണ്. അതുകൊണ്ട് അങ്ങനെ ചാക്കോച്ചനോട് കുറച്ച് വർത്താനവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഇന്ന് രാവിലെ പുട്ടും കടലയാണ് കേട്ടോ. രാവിലെ തന്നെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഡിവൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ ചാക്കോച്ചൻ എണീക്കുന്നോട് കൂടി എണീറ്റ് ആ പരിപാടി അങ്ങോട്ട് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ പുട്ടും കടലപ്പതേ ഡിമ്പിളതേ താഴ്ത്തിരുന്നിട്ട് സൗകര്യമായിട്ടിരുന്ന് വർത്താനം പറഞ്ഞ് കഴിക്കുകയാണ്. അങ്ങനെ തോമുന് മരുന്ന് കൊടുക്കാനുള്ള ഒരു ഭീഷണിപ്പെടുത്തലാണ് കേട്ടോ. കഴിക്കാൻ കൂട്ടാക്കില്ല. അപ്പോൾ വാതിലടച്ചപ്പോൾ 3 പിള്ളേരും കൂടിയിട്ട്, ഞാൻ പറഞ്ഞില്ലേ ചാക്കോച്ചന് ഇവരുടെ ഒപ്പത്തിനൊപ്പമായി എന്ന് പറഞ്ഞില്ലേ, ആ ഒപ്പം നിൽക്കൂട്ടോ. ഇവരെക്കാളിലൊക്കെ മുന്നിലായിട്ടാണ് അവൻ നിൽക്കുക. അങ്ങനെ കുട്ടികൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞ് ചാക്കോച്ചനെയും തോമൂനെയും കൊണ്ട് ഡിവൈൻ മുകളിലേക്ക് പോയി. ഇനിയിപ്പോൾ ആവശ്യം തോമൂനുള്ള റെസ്റ്റാണ്. അപ്പോൾ അവനെയും കൊണ്ടുപോയി. പിന്നെ ചാക്കോച്ചനെ വേറെയും തോമൂനെ വേറെയും രണ്ടുപേരെയും 2 ബെഡിലാണ് കിടത്തുന്നത്. കാരണം അല്ലെങ്കിൽ നല്ല ആ പനി മൊത്തം അങ്ങോട്ടും പകരേണ്ട കുട്ടികളെല്ലാം അങ്ങോട്ടും മാക്സിമം നമ്മൾ ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. വരേണ്ടത് എവിടെയായാലും വരും. അപ്പോൾ ഇപ്പോൾ വാച്ചുകൾ, കുറേ ഫാൻസി വാച്ചുകൾ വന്നിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. വാച്ചിന് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, പക്ഷേ അതിൻ്റെ സ്ട്രാപ്പ് ഉണ്ടല്ലോ 2 ലെയറിൽ ഇങ്ങനെ വന്ന് ചെയിൻ കിടക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നായിട്ട് കണ്ടമാനം വാച്ചുകളാണ് പോയത്. എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് വളരെ എളുപ്പമുള്ള ഒരു ചെറിയൊരു തുകയാണ് ആ വാച്ചിനുള്ളൂ. അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. നമ്മളിപ്പോൾ എന്ത് സാധനം വാങ്ങിക്കാനും നല്ല വിലയാണ്. അപ്പോൾ അതിൻ്റെ അത്രയ്ക്കൊന്നും ഇതിലില്ല. അങ്ങനെ ഞാൻ പതിവ് പോലെ ഇടയിൽ ഉള്ള സമയത്ത് ഒരു ഗ്ലാസ് കാപ്പിയും ഒരു ബ്രെഡും കൂടിയിട്ട് കഴിച്ചു. അപ്പോൾ ഉച്ചയിലത്തേക്കുള്ള സംഭവങ്ങളാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഊണ് കഴിഞ്ഞതിന് ശേഷം ഞാൻ മറന്നുപോയി എടുക്കാനായിട്ട്. അപ്പോൾ ചോറ് കുറച്ചുണ്ടായിരുന്നു, ചോറ് എടുത്തു. പിന്നെ ദോശ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഡിവൈനും ഡിമ്പിളും ദോശയാണ് കഴിച്ചത് കേട്ടോ. ഞാനും ഡാഡിയും പാച്ചും ചോറാണ് കഴിച്ചത്. അങ്ങനെ എല്ലാവരും കിടന്നൊന്ന് ഉറങ്ങി എണീറ്റോട് കൂടിയിട്ട് ഇരുട്ടായി. അപ്പോൾ ഉറങ്ങി എണീക്കാൻ തന്നെ ശരിക്കും 3:30, 4 ആവട്ടോ ഞങ്ങൾ കിടക്കുമ്പോൾ ഒന്ന്. അപ്പോൾ കുട്ടികളെ കിടക്കണതിൻ്റെ ഒപ്പം അവരും ഒന്ന് കിടക്കും, അല്ലാണ്ട് ഉറങ്ങുക എന്നുള്ള കാര്യമല്ല. അവിടുന്ന് പിന്നെ എണീറ്റ് രാത്രിയിലത്തെ പരിപാടികൾ തുടങ്ങായി. അപ്പോൾ ഞാൻ സന്ധ്യ നേരത്ത് പറ്റാവുന്ന ദിവസം ഞാനിങ്ങനെ കാണിക്കാറുണ്ട്. അപ്പോൾ ചില ദിവസം ഞാൻ ഇതിലാണ് അവസാനിപ്പിക്കാറ്. പക്ഷേ ഇന്ന് ഞാനൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ പണികൾ ബാക്കിയൊക്കെ എടുക്കണേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നിന്നാണ് ഞാൻ ശരിക്കും ഒറ്റ ഇരിപ്പിരുന്നത് കേട്ടോ, ബില്ലിടാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. കാരണം ഇത് ചെയ്യുമ്പോൾ ഡാഡി ഒപ്പം വേണം. ഡാഡിയോ ഡിംപിളോ ആരെങ്കിലും 2 പേര് വേണം. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് ഇന്ന് ഇരുന്നത്. അല്ലെങ്കിൽ ഡിവൈനാണ് ഞങ്ങളുടെ കൂടെ ഇരിക്കാറ്. അപ്പോൾ ഇന്ന് ഡിംപിളും ഞാനും ഡാഡിയും കൂടിയിട്ടേ ഇരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ ഉച്ചയ്ക്ക് നമ്മുടെ ഫ്രിഡ്ജ് കാലിയാക്കുന്ന ദിവസമായതുകൊണ്ട് എല്ലാ ഫുഡും അതിലത്തെ എടുത്ത് അവസാനിപ്പിച്ച് ദോശമാവും ചോറും ഒക്കെ എടുത്ത് അങ്ങനെ അവസാനിപ്പിച്ചു. അപ്പോൾ എൻ്റെ മക്കളത് കാത്തു നിൽക്കുക, ഇതുവരെ വന്നില്ലേ മമ്മി ഭക്ഷണം കൊണ്ട് എന്നുള്ള രീതിയിൽ കാത്തു നിൽക്കുക. അപ്പോൾ അവർക്ക് ഇറച്ചി ഡാഡി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി അത് എനിക്ക് പാത്രത്തിലാക്കുക എന്നുള്ളതാണ്. അത് ഞാൻ 7 പാത്രം ഉണ്ടായിരുന്നു, 7 ബൗളിലാക്കി. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് എന്താ പറയുക കഴിക്കാനായിട്ട് ഇത്തിരി ചൂടുള്ള കാപ്പിയും പോമിഗ്രനേറ്റൊക്കെ എടുത്ത് അവിടെ ഇരുന്ന് തുടങ്ങി. അപ്പോൾ ഈ ഒരൊറ്റ ഇരിപ്പ് ശരിക്കും എനിക്ക് 2-2.5 മണിക്കൂർ വേണ്ടി വന്നു കേട്ടോ. കാരണം ഈ ഒരു വലിയ ബോക്സ് നിറച്ച് വളകൾ, പിന്നെ ഒരു വലിയ ബോക്സ് നിറച്ച് മാലകൾ ഒക്കെ ഇന്നലെ കൊറിയർ വന്നതാണ്. അപ്പോൾ
ഇതിൻ്റെ പണിപ്പുരയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ കുറേ സമയമെടുക്കും ഇതിൻ്റെ ബില്ലൊക്കെ ഒത്തു നോക്കി അതിൻ്റെ ഓരോന്നിനും എത്ര ആവും അതൊക്കെ ടാഗ് മുമ്പ് എങ്ങനെയാ വെച്ചാൽ നമ്മൾ ടാഗ് പോലും ഇടുമായിരുന്നു. ഇപ്പോൾ പിന്നെ ടാഗിൻ്റെ ആവശ്യമില്ല, ഓൺലൈനിലല്ലേ നമുക്ക് ടാഗിൻ്റെ ആവശ്യമില്ല. മറ്റേത് ഷോപ്പുകളിലേക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ടാഗ് ഇട്ടിട്ടാണ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നല്ല വെറൈറ്റി വളകൾ വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കയ്യോടെ എടുത്തതാണ്, ഫോട്ടോ എടുത്തതാണ് കേട്ടോ. കോറലിൻ്റെ വള അത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. സ്ക്രൂ ഉള്ള വളയാണ്. അപ്പോൾ അതുകൊണ്ട് 2x10 വേണ്ടവർക്കും അത് ഉപയോഗിക്കാം. അതുപോലെ ഇതൊക്കെ നല്ല ഭംഗിയുള്ള വളകൾ. ഇത് ഭയങ്കര ഭംഗിയാട്ടോ കാണാനായിട്ട്. ഈ ജെയ്ഡ് സ്റ്റോണ് നല്ല വലിപ്പമുള്ള വളയാണ്. ഒരെണ്ണം 2 കൈമ ഓരോന്ന് ഇട്ടാലും മതി, അല്ലെങ്കിൽ ഒരെണ്ണം ഇട്ടാലും ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ആൻറ്റിക്കുമാണ്, ഒരാളും പറയില്ല ഇങ്ങനെ ഇല്ല ഇമിറ്റേഷൻ സംഭവമാണെന്ന് പറയില്ല കേട്ടോ. ഇത് വെറുതെ ഒരു ബ്രോഡ് ബാങ്കിൾ. ഇതും ഈ പറഞ്ഞ പോലെ കോറലാണ്, റൂബിയാണ്. അപ്പോൾ ഒരുവിധം എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് 3-4 കളറാണ്: വൈറ്റ്, റൂബി, ജെയ്ഡ്, ബ്ലാക്ക്. അപ്പോൾ ഞാൻ അധിക ഭാഗം നിങ്ങൾക്ക് നോക്കിയറിയാം ഈ സ്റ്റോൺസാണ് ഞാൻ അധിക ഭാഗം. ഇത് ഭയങ്കര ഭംഗിയാട്ടോ, ടെമ്പിൾ വർക്ക് പോലെ നല്ല രസമുള്ളൊരു വളയാണ്. പക്ഷേ ഇതിൻ്റെ ദോഷം എന്താണെന്ന് വെച്ചാൽ ചിലത് 2.4, 2.2 ഇല്ല, 2.4, 2.6. ഇതിൻ്റെ സൈസ് നമ്മുടെ സാധാരണ ഗോൾഡൻ വളയുടെ സൈസല്ല. 2.4നും 2.6നും കൂടിയിട്ട് ശരിക്കും ഒറ്റ സൈസും 2.6, 2.8 കൂടിയിട്ട് ഒറ്റ സൈസും അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ കാണാമെന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഭംഗിയാണ് കണ്ടോ. ഓരോന്നും ഭയങ്കര ഭംഗിയാണ്. എനിക്ക് എങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല. ഭയങ്കര രസമുള്ള വളകളാണ് കേട്ടോ ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. മൊത്തം എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ട്, അതാണ് സമയത്തിരി ലേറ്റാന്ന്. അപ്പോൾ ഇത് പേളും റൂബിയും മാത്രം കണ്ടോ, നല്ല ഭംഗിയാണ്. ഇത് ഫുള്ള് ഇതിൻ്റെ ഇതാണ്. അപ്പോൾ ഈ സ്റ്റോൺസ് താഴെ വീണാലും നമുക്കത് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കാവുന്നതുള്ളൂ. ഇത് അതിൻ്റെ തന്നെ മൾട്ടി കളറ്, പേളും റൂബിയും പിന്നെ ഗ്രീനും കൂടിയിട്ടുള്ള മൾട്ടി കളറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ 3 പാറ്റേൺ വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ റൂബി മാത്രം കണ്ടിട്ടുണ്ടാവും, പിന്നെ ഇത് മൾട്ടി കണ്ടിട്ടുണ്ടാവും, ഇത് പേള് മാത്രം. ഞാൻ പറഞ്ഞില്ലേ 3 പാറ്റേൺ വന്നിട്ടുണ്ടെന്ന്. ഇത് പേള് മാത്രമുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ കാണാൻ നല്ല ഭംഗി. ഞാനിപ്പോൾ ഇന്ന് സ്റ്റാറ്റസ് ഇട്ടപ്പോഴേക്കും കുറേ പേര് കണ്ടിട്ട് പറഞ്ഞു നല്ല കളക്ഷൻസ് ആൻറ്റി എന്ന് പറഞ്ഞു. ഇത് വെറും റോസാപ്പൂ, ഭയങ്കര ഭംഗിയുള്ള റോസാപ്പൂ. നിങ്ങൾക്കിത് നോക്കിയറിയാം ഫുള്ള്. ഇതിൻ്റെ തന്നെ ഇടയിൽ ലക്ഷ്മി ഉള്ളതുണ്ട് കേട്ടോ നമ്മളുടെ കയ്യിൽ. അതെനിക്ക് തോന്നുന്നു 2 ദിവസം മുമ്പ് ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് വെറുതെ റൂബി സ്റ്റോൺസ്, വൈറ്റ് സ്റ്റോൺസ് ചുറ്റുമായിട്ടുള്ള ലക്ഷ്മിയുടെ വള. ഇതും അതെ ഒരു പ്രത്യേക ഭംഗിയാണ്. ആൻറ്റിക് ഓർണമെൻറ്റ്സ് ഇഷ്ടമാവുന്നവർക്ക് തീർച്ചയായിട്ടും എൻ്റെ ഈ കളക്ഷൻസ് ഇഷ്ടമാവാണ്ടിരിക്കില്ല കേട്ടോ. ഇത് ബ്ലാക്കിൽ തന്നെ വേറൊരു പാറ്റേൺ. മറ്റേതിനെ അപേക്ഷിച്ച് ഇത് വില കുറവാണ് കേട്ടോ. കണ്ടോ, ഇത് വെറുതെ ഇങ്ങനെ ഒട്ടിക്കണം. ഇത് കല്ലെന്ന് പറയാൻ പറ്റില്ല, ഒറിജിനൽ കല്ലാവില്ല, പക്ഷെ മറ്റേത് കല്ലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് കണ്ടോ, ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. നമ്മൾ ഓരോന്ന് അല്ലെങ്കിൽ 2 വീതമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ടോ. കണ്ടോ എന്താ ഭംഗി. അതിൻ്റെ ബ്ലാക്ക് നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതിൻ്റെ മൾട്ടിയാണ് ഈ കളർ കേട്ടോ. ബ്ലാക്ക് കണ്ടതിൻ്റെ മൾട്ടി കളറാണിത്. അങ്ങനത്തെ ഇത് നമ്മുടെ അതിൻ്റെ ബ്ലാക്ക് ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എനിക്ക് തോന്നുന്നു അടുപ്പിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും എടുത്തത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഇത് എടുക്കണോട് കൂടിയിട്ട് ഞാൻ ഫോട്ടോ എടുക്കും. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോഴാണ് അതോടുകൂടി വീഡിയോ കൂടി എടുത്ത് നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ. അതുപോലെ ഇതും അതെ 2.4നും കൂടിയിട്ട് 2.2ഉം 2.4ഉം കൂടി ഒരളവും 6, 8 കൂടിയിട്ട് ഒരളവും അങ്ങനെയാണ് ശരിക്കും ഇതിൽ വരുന്നത്. അങ്ങനെ 3 അളവാണ് വരുന്നത്, 2, 4, 6 ഇതുകൊണ്ട്. പക്ഷേ 4ഉം 6ഉം 8ഉമാണ് അതിൻ്റെ ശരിക്കുള്ള അളവ് കേട്ടോ. അപ്പോൾ നമുക്ക് അപ്പോൾ 2.10 ഉള്ളവർക്ക് ഞാൻ ഇത് പറയില്ല, കാരണം അതിനുള്ള സൈസ് ചിലപ്പോൾ ഇതുണ്ടായിന്ന് വരില്ല. അല്ലാത്തവർക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാവുന്നതുള്ളൂ. ഇത് മൾട്ടി കളർമ ലക്ഷ്മി. ഇത് തന്നെ പേളുമ്മ ലക്ഷ്മി ഉണ്ട് കേട്ടോ നമ്മളുടെ കയ്യിൽ. നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും, മുമ്പത്തെ കളക്ഷൻസിലുണ്ടാവും പേളിൽ ലക്ഷ്മി ഉള്ളതുണ്ട് കേട്ടോ. അങ്ങനെ ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മണി 9:30 ആയി. അപ്പോൾ 9:30 ആയപ്പോൾ തോമു പനിച്ചിട്ട് ഒരു വശത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ 9:30 ആയോട് കൂടിയിട്ട് ഞാൻ പറഞ്ഞു ഇനി വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. അപ്പോൾ ഞങ്ങൾ ആദ്യം ശനിയാഴ്ചയല്ലേ പുറത്തൊക്കെ ഒന്ന് പോകാമെന്നൊക്കെ വിചാരിച്ചപ്പോൾ, പക്ഷേ കുട്ടികളുടെ പനി കാരണം, കുട്ടികളുടെ ഇല്ല തോമുവിന് പനി കാരണം വിചാരിച്ചു വേണ്ട പുറത്തൊന്നും പോകണ്ട, എന്നാൽ പിന്നെ എന്തെങ്കിലും വാങ്ങിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കുട്ടികൾക്ക് ഇഷ്ടമല്ല, ഞാൻ പറഞ്ഞില്ല ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പുറത്തുനിന്ന് എന്തെങ്കിലും ഭക്ഷണം വാങ്ങി കഴിക്കുക എന്നുള്ളത് ഞാൻ ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഇവിടം വരെ എത്തിയതാണ്. അപ്പം ഞാൻ പറയും കുട്ടികൾ അവരുടെ പ്രായമാണ്, അവർക്ക് കഴിക്കാൻ ആഗ്രഹമുള്ള സാധനങ്ങൾ വാങ്ങി കഴിക്കട്ടെ എന്ന് പറയും ഞാൻ കേട്ടോ. അപ്പം ഞാനും അതേ ഡാഡിയോ അതെ അങ്ങനത്തെ ഒരു കാര്യത്തിനും എതിര് നിൽക്കാറില്ല. അവർക്ക് എന്താണോ ഇഷ്ടം അതിൽ കൂടെ ഞങ്ങളും അങ്ങോട്ട് കൂടുകയാണ് ചെയ്യുക.
അങ്ങനെ ദേ റോബോട്ടിനെ ഇറക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് സാധനങ്ങളും കാര്യങ്ങളൊക്കെ കയറ്റി വെച്ചിട്ട് ഡിവൈൻ റോബോട്ടിനെ ഇറക്കി വെച്ചിട്ട് ഡിവൈനും കുട്ടികളും കയറിപ്പോയി. അപ്പോൾ ശരിക്കും 9:30 ആകുമ്പോഴേക്കും എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റോബോനെ ഇറക്കി വെച്ചതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ ബാക്കിയുണ്ടായിരുന്നു ചെയ്യാനായിട്ട്. കാരണം കുറച്ച് കണക്കും കാര്യങ്ങളും എഴുതാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ മാത്രം കിടക്കാൻ കുറച്ച് ലേറ്റായി. ബാക്കിയുള്ളവരൊക്കെ കിടന്നു കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കഴിച്ച് കസേരകളൊക്കെ അതാത് സ്ഥാനങ്ങളിലിട്ടു. അപ്പോൾ ഇതേ ഫ്രൂട്ട് സലാഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇന്ന് ഇതിൻ്റെ ഒപ്പം ഡിന്നർ കഴിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, എന്നാൽ സൂപ്പറൊന്നും അല്ല കേട്ടോ. ഇതേ ഈ ഓർണമെൻറ്റ്സ് ഒക്കെ പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ നാളത്തെ എൻ്റെ പണി ഇതാണ്. രാത്രി ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ എനിക്ക് ഇനി ഇരുന്നാൽ കുറേ ലേറ്റാവും. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചു ഞാൻ. അങ്ങനെ കസേരകളും കാര്യങ്ങളൊക്കെ ഇട്ടു. ഇവിടെയാണ് ഇനി ഞാൻ മറ്റേ ആൻറ്റിക് കളക്ഷൻസ് വെക്കാനായിട്ട് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നല്ലൊരു ദിവസം എന്ന് പറഞ്ഞാൽ ഇന്ന് മൊത്തം ബിസിനസ്സിൻ്റെ കാര്യത്തിന് വേണ്ടി ചിലവഴിച്ചൊരു ദിവസം. അങ്ങനെ നിങ്ങളുടെ ആവശ്യപ്രകാരം യൂദാശ്ലീഹയുടെ നൊവേന എനിക്കിതുള്ള കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്കൊക്കെ മനപ്പാടാവും. അപ്പോൾ പിന്നെ ഞാൻ പതുക്കെ അത് മാറ്റാം കേട്ടോ. അതൊരു പറ്റിയെങ്കിൽ ഞാൻ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെയോ അല്ലെങ്കിൽ ഉറങ്ങുന്ന ഔസേപിതാവിൻ്റെയോ ഞാനിങ്ങനെ ഇതുപോലെ ചെല്ലണ സമയത്ത് ഞാൻ എടുത്ത് കാണിക്കാം കേട്ടോ. അത് സൗകര്യം പോലെ മാത്രം, എനിക്കങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലണ നേരത്ത് ഇത് ചിലപ്പോൾ എടുക്കും. ഇതിപ്പോൾ രാത്രി കിടക്കണ നേരമായതുകൊണ്ട് എനിക്ക് പറ്റുന്നുണ്ട്. അങ്ങനെ ഇതാണ് ഇന്നത്തെ വിശേഷം കേട്ടോ. ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. അപ്പോൾ തോമ്മിൻ്റെ പനി കുറവുണ്ട്, എന്നാലും വേഗം പനി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കണം, നല്ലൊരു ഞായറാഴ്ച ആശംസിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ കാണാം.